ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ചെറിയ ഒരു പുതിയ സംഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് കണ്ടില്ലേ, ഹാക്ക്. ഞാനൊരു മൊബൈൽ ആപ്പ് ഇന്ന് ഡൗൺലോഡ് ചെയ്തു. ഇത് വേറൊന്നുമല്ല, ഇത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്, നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി. അതായത് അവർക്കാണല്ലോ നമ്മൾ ഇത്തവണ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇൻഷുറൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കുന്ന ആൾക്കാരാണ് ഈ MD ഇന്ത്യ. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സംഗതിയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണാം. കൊടുങ്ങല്ലൂർ 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ലോഗിൻ ചെയ്യാം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമെയിൽ ID ആൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലിലേക്ക് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മുടെ വൈഫിൻ്റെയൊക്കെ നാളും പേരും എമൗണ്ട് ഇൻഷുർഡൊക്കെ അതിലത് കാണിക്കുന്നുണ്ട്. എന്നാലും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പറഞ്ഞു വന്ന ഇതാണ്, MD ഇന്ത്യ ഹാക്ക്. ആ പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട്, അതായത് കളിസ്ഥലം, ഞാൻ പ്ലേ സ്റ്റോറിന് കളിസ്ഥലം എന്നാണ് പറയുന്നത്. അതിൻ്റെ മലയാള വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിട്ട് പേരാണ് കളിസ്ഥലം. നമ്മുടെ മൊബൈലിൽ ആ ത്രികോണം ഇല്ലേ, അതിൽ പോയിട്ട് ഈ MD ഇന്ത്യയുടെ ഈ ആപ്പ് നമുക്ക് ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ എങ്ങനെ നമുക്ക് ഈ കാർഡ് ജനറേറ്റ് ചെയ്യാം എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഇമെയിൽ ID വന്നിട്ടുണ്ടെങ്കിൽ MD50 എന്ന് പറഞ്ഞൊരു 10 ഡിജിറ്റ് 12 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അത് ഈ കാർഡിൽ പോയി പേസ്റ്റ് ചെയ്താൽ കിട്ടും. ഇവിടെ പോയിട്ട് ഈ കാർഡ് എടുക്കുക, ഇവിടെ ആ നമ്പർ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലൊരു മെയിൽ വന്നിട്ടുണ്ടാകും, വെൽക്കം ഫ്രം MD ഇന്ത്യ ഫാമിലി 2020-21 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ പർട്ടിക്കുലേഴ്സ് ഉണ്ടാകും. അവിടെ പോയിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് കോപ്പിയായി. അപ്പോൾ ഈ വിരൽത്തുമ്പിൽ അതുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകണം? ഇതിൽ പോവുക, ഈ കാർഡ് ജനറേഷൻ പോവുക. അവിടെ ആ വിരൽ വെച്ച് തന്നെ പ്രസ് ചെയ്യുക. അവിടെ വെച്ച് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സെർച്ച് കൊടുക്കുക. OTP വരും, കോപ്പി OTP പ്രസ് ചെയ്താൽ മതി. ആ വല്ലതുകൊണ്ടൊന്നും തന്നെ പേസ്റ്റ് ചെയ്യണേ. വെരിഫൈ വേണ്ട. അപ്പോൾ എൻ്റെ എല്ലാ പർട്ടിക്കുലേഴ്സും വന്നു. വൈഫിൻ്റെ പേര്, എൻ്റെ പേര് എല്ലാം വന്നു. ഇനി അതില്ല, നമുക്കിത് മെയിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, കോർപ്പറേറ്റ് എംപ്ലോയി, നമുക്ക് MD ID കിട്ടിയില്ല എന്ന് ഇരിക്കുക ഇവരെ MD ഇന്ത്യയുടെ. അപ്പോൾ കോർപ്പറേറ്റ് എംപ്ലോയി സെലക്ട് ചെയ്യുക. ഇവിടെ MD ID വെച്ച് ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്ത് എനിക്ക് കയറാം. വേണ്ട, എംപ്ലോയി ID അടിക്കുക. എന്നിട്ട് നമ്മുടെ പഴയ സ്റ്റാഫ് നമ്പർ അല്ലേ, ഓർമ്മയുണ്ടാവോ? അതെല്ലാ ദിവസവും ഓർക്കണം കേട്ടോ. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ഡേറ്റ് ഓഫ് ബർത്ത്. അത് മാറിപ്പോരുത്. അതാണല്ലോ നമ്മുടെ റെക്കോർഡ്. അത് ശരിയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് എൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് അറിയില്ല. ലോഗിൻ ഉണ്ടോ? സ്ക്രീൻ മാറി. അപ്പോഴാ പർട്ടിക്കുലേഴ്സ് വന്നു. അവിടെയും നമുക്ക് MD ID കാണാം. അവിടെ കണ്ടില്ലേ, MD15, പിന്നെ 3, 36, 39, 10 ഡിജിറ്റ് നമ്പറും. ആ നമ്പർ കോപ്പി ചെയ്ത് വയ്ക്കുക. മീൻസ് എവിടെയെങ്കിലും വയ്ക്കുക. അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ മെയിലിലേക്ക് തന്നെ അയക്കുക. എന്നിട്ട് മെയിലിൽ പോയിട്ട് അത് സ്റ്റാർഡ് മെസ്സേജായിട്ട് വെച്ചാലും മതി. ഇവിടെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ കാർഡ് ക്ലെയിംസ്, ക്ലെയിം അപ്ലോഡ് കണ്ടില്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കാർഡ് വേണമെങ്കിൽ വെറുതെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. വ്യൂ ഈ കാർഡ് ഇപ്പം ഈ കാർഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, ഈ കാർഡ് വരുമ്പോൾ ഇങ്ങനെ ഓപ്പൺ വിത്ത്, അവിടെ നമ്മൾ PDF വ്യൂവർ കൊടുക്കുക. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഈ കാർഡ്. ഇത് വീട്ടിൽ പ്രിൻ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈനല്ലേ, ഈ സാധനം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, ആളുടെ പേരുണ്ട്,
അഡ്രസ്സ് ഉണ്ട്, പോളിസി നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഡൗൺലോഡ് ഇറ്റ് ഓർ സെൻഡ് ഫയൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ മെയിലേക്ക് അയച്ചിട്ട് നമ്മുടെ സ്റ്റാർട്ട് മെസ്സേജ് സേവ് ചെയ്ത് വയ്ക്കാം കേട്ടോ. വെരി ഈസി. അപ്പോൾ നാടോടുമ്പോൾ